ഇവിടെ അധികം ഡിമാൻഡുള്ളതും ഞാൻ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇന്ന്. പൊടി കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, ചപ്പാത്തിയാന്ന്. പണി കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടി ഞാനിങ്ങനെ ആദ്യം 1/4 ഭാഗം പൊടിയെടുത്ത് അത് നല്ലതുപോലെ വെള്ളത്തിൽ കുഴച്ചിട്ട് ബാക്കി പൊടിയൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെക്കും. ആ സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മാവ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ അതിനെ ഒന്നും കൂടെ കുഴച്ച് സുന്ദരി കുട്ടിയായിട്ട് നമുക്ക് എടുക്കാം. ഇതാകുമ്പോൾ ഒരുപാട് സമയം കുഴക്കേണ്ടി വരത്തില്ല. പിന്നീട് ഓരോന്ന് റൗണ്ടാക്കി നമുക്ക് എടുക്കാം. എനിക്കതിനിവിടെ ഒരു ഹെൽപ്പറിനെ കിട്ടി കേട്ടോ. പരത്തൽ എനിക്കൊരു ടാസ്ക് അല്ല കേട്ടോ. വളരെ തിന്നായിട്ട് ഞാൻ പരത്തിയെടുക്കുന്നത്. എനിക്ക് അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടാറ്. എല്ലാ ചപ്പാത്തിയൊന്നും ഇങ്ങനെ ഷേപ്പിൽ കിട്ടാറൊന്നുമില്ല, കിട്ടാൻ വേണ്ടി ശ്രമിക്കാറുമില്ല. പെട്ടെന്ന് അങ്ങനെയെല്ലാം നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. തിന്നായിട്ട് പരത്തിയെടുത്തോണ്ട് പൊങ്ങി വരാറില്ല. ഇങ്ങനെ 2 സൈഡും ചെറുതായിട്ട് പൊങ്ങി വരുമ്പം തന്നെ മറിച്ചും തിരിച്ചും എടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെഡി. നേരത്തെ വെച്ച പരിപ്പ് കറിയും കൂട്ടി നമുക്കിനി കഴിക്കാം.